നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ബിജെപിയെ കടന്നാക്രമിച്ച് അതിഷി. പുതിയ ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അതിഷി മർലേന. ബിജെപിയും ലഫ്റ്റനന്റ് ഗവർണറും ദില്ലിയുടെ വികസനം തടയുകയാണെന്ന് അതിഷി ആരോപിച്ചു. എന്നാൽ തടസ്സപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം ഉടനടി പുനരാരംഭിക്കുമെന്ന് ദില്ലിയിലെ ജനങ്ങൾക്ക് താൻ ഉറപ്പു നൽകുന്നതാണെന്ന് അതിഷി വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസിനുള്ളിൽ അതിക്രമിച്ചു കയറി കേടുപാടുകൾ വരുത്തി യുവാവ് പിടിയിൽ. കെഎസ്ആർടിസി ബസിനുള്ളിൽ അതിക്രമിച്ചു കയറി കേടുപാടുകൾ വരുത്തിയ കേസിലെ പ്രതിയായ യുവാവ് പിടിയിൽ. അരൂക്കുറ്റി തൊട്ടുചിറ വീട്ടിൽ ടി.എം. അക്ഷയിനെയാണ് പൂച്ചാക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ 2021 അരൂക്കുറ്റി പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ അടിച്ച് പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. അക്ഷയ് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 9 കേസിനാസ്പദമായ സംഭവം നടന്നത്. അരീക്കുറ്റി മത്താനം ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന കൊല്ലത്തേക്കുള്ള ടൌൺ ടു ടൌൺ കെഎസ്ആർടിസി ബസിനുള്ളിൽ കയറിയ യുവാവ് വയറിംഗ് വലിച്ചുപൊട്ടിക്കുകയും ലൈറ്റുകളുടെ സ്വിച്ചുകളും മറ്റുപകരണങ്ങളും നശിപ്പിക്കുകയുമായിരുന്നു. കൊല്ലത്ത് 19-കാരനെ കുത്തിക്കൊന്ന പ്രതി റിമാൻഡിൽ. കൊല്ലം ഇരവിപുരത്ത് മകളുടെ ആൺസുഹൃത്തിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പിതാവ് റിമാൻഡിൽ. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് അരുണിനെ പ്രതി പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തിയതെന്ന് അരുണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. കൊല്ലം ഇരവിപുരം സ്വദേശി അരുൺകുമാറാണ് മരിച്ചത്. പിന്നാലെ പ്രതി ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. മകളും അരുൺകുമാറും തമ്മിലുള്ള സൌഹൃദം താൻ എതിർത്തിരുന്നുവെന്ന് പ്രസാദ് പോലീസിൽ മൊഴി നൽകി. എന്നാൽ സൌഹൃദം അവസാനിപ്പിക്കാൻ അരുൺകുമാർ തയ്യാറായില്ല. സൌഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്ന് താൻ ആവശ്യപ്പെട്ടു. എന്നാൽ അരുൺകുമാർ അതിന് തയ്യാറായില്ല. തന്നെ അരുൺ ആക്രമിക്കുകയും ചെയ്തു. അതിനിടെ കത്തി ഉപയോഗിച്ച് താൻ അരുണിന്റെ നെഞ്ചിൽ കുത്തിയെന്നാണ് പ്രസാദ് പോലീസിന് നൽകിയ മൊഴി. കൊച്ചി എളമക്കരയിലെ ലൈംഗിക പീഡന കേസ്. ഇരയായ ബംഗ്ലാദേശുകാരിയും അറസ്റ്റിൽ. കൊച്ചി ഇളമക്കരയിലെ ലൈംഗിക പീഡന കേസിൽ പീഡനത്തിന് ഇരയായ ബംഗ്ലാദേശുകാരിയും അറസ്റ്റിൽ. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് പ്രവേശിച്ചതിനാണ് യുവതിയെയും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ 20-കാരിയെ പോലീസ് റിമാൻഡ് ചെയ്തു. യുവതിയെ പീഡനത്തിനിരയാക്കിയ സെക്സ് റാക്കറ്റിലെ കണ്ണികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. സെറീന, ജഗത, ശ്യാം എന്നിവരാണ് അറസ്റ്റിലായത്. അതേസമയം കേസിൽ കൂടുതൽ പേർക്കായി അന്വേഷണം തുടരുകയാണ്. ഹിവാൻ തട്ടിപ്പ്. ഡയറക്ടർ അനിൽകുമാർ അറസ്റ്റിൽ. 14 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഹിവാൻ നിധി ഹിവാൻ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതി പീച്ചി വണിയമ്പറ സ്വദേശിയായ പൊട്ടിമടദേശത്ത് ചൂണ്ടേക്കാട്ടിൽ വീട്ടിൽ അനിൽകുമാർ അറസ്റ്റിൽ. തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് ജില്ലയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. സൊനാവ് വാലി എന്ന നേപ്പാൾ അതിർത്തി ഗ്രാമത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു അനിൽ. കേസിലെ മറ്റു പ്രതികളായ പുഴയ്ക്കൽ ഷോഫ സിറ്റിയിലെ ടോപ്പാസ് ഫ്ളാറ്റിലെ താമസക്കാരൻ മുത്തേടത്ത് അടിയാട്ട് വീട്ടിൽ സുന്ദർ സി മേനോൻ, പുതൂർക്കര പുത്തൻ വീട്ടിൽ ബിജു മണികണ്ഠൻ, അന്നമ്മനട പാലിശ്ശേരി സ്വദേശി ചാത്തോത്തിൽ വീട്ടിൽ ശ്രീനിവാസൻ എന്നിവർ റിമാൻഡിലാണ്.